ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ദി സ്മാർട്ട് കൊമേഴ്സ് ചാനൽ ക്ലാസ്. ആദ്യം തന്നെ ഒരു അഭ്യർത്ഥന, ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഉപകാരപ്രദം തോന്നുമെങ്കിൽ മറ്റുള്ളവർ കൂടി പരമാവധി ഷെയർ ചെയ്യണം. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകളെ സംബന്ധിച്ച നോട്ടിഫിക്കേഷൻസ് അപ്പോൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. +1 കോമേഴ്സിന് അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും സ്മാർട്ട് കോമേഴ്സ് ചാനലിലേക്ക് സ്വാഗതം. അക്കൗണ്ടൻസി പോലുള്ള ഒരു പ്രോബ്ലം സബ്ജക്റ്റ് എങ്ങനെ വീട്ടിലിരുന്ന് എങ്ങനെ ഓൺലൈനായി പഠിക്കാൻ സാധിക്കും എന്ന് നിങ്ങളിൽ പലർക്കും ഒരു വറിയുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ നിങ്ങളുടെ ഓരോ പോർഷനും ഓരോ എപ്പിസോഡിലായി നാം അപ്ലോഡ് ചെയ്യും. ഇംഗ്ലീഷിലും മലയാളത്തിലും ഉള്ളതായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ. ബോർഡ് ഉപയോഗിച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്തു കാണിക്കും. അതുകൊണ്ട് നിങ്ങൾക്കൊരു വറി വേണ്ട. ഞാൻ നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അപ്ലോഡ് ചെയ്യപ്പെടുന്ന ഓരോ വീഡിയോകളെയും സംബന്ധിച്ച നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. കൂടാതെ മറ്റുള്ളവർക്ക് കൂടെ ലഭ്യമാകത്തക്ക വിധം നിങ്ങൾ ഈ ചാനൽ പരമാവധി ഷെയർ ചെയ്യുകയും ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ലൂക്ക പാസിയോളി, an Italian, is regarded as the father of accounting because it was he who published the first book on accounting titled Double Entry System of Accounting in 1494. ഒരു ഇറ്റാലിയനായ ലൂക്ക പാസിയോളിയനെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ പിതാവായി പരിഗണിക്കുന്നത്. കാരണം അദ്ദേഹമാണ് 1494 ആദ്യമായി അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബുക്ക് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുന്നത്. Now let's see the definition for the term accounting, but before that we are to see what is meant by business transactions or financial transactions. Business transactions mean the transactions that are taken place every day in a business concern. For example, purchases of goods, sales of goods, payment of cash, receipt of cash, payment of wages, payment of salary, etc. അപ്പോൾ നമുക്ക് ഇനി അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ പഠിക്കാം. പക്ഷേ ഡെഫിനിഷൻ പഠിക്കുന്നതിന് മുൻപ് ബിസിനസ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്താണെന്നൊന്ന് അറിയണം. എന്താണ് ഈ ബിസിനസ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്? ബിസിനസ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ ദൈനംദിനം നടന്നുകൊണ്ടിരിക്കുന്ന ഇടപാടുകളാണ്. ഒരു സ്ഥാപനത്തിൽ ദൈനംദിനം നടന്നുകൊണ്ടിരിക്കുന്ന ഇടപാടുകൾക്കാണ് ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സാധനങ്ങൾ വാങ്ങുക, സാധനങ്ങൾ വിൽക്കുക, പണം സ്വീകരിക്കുക, പണം കൊടുക്കുക, കൂലി കൊടുക്കുക, ശമ്പളം കൊടുക്കുക തുടങ്ങിയവ. ഓക്കെ, now let's see the definition for the term accounting. Accounting is the process of recording, classifying, summarizing, analyzing and interpreting the financial transactions and communicating the result thereof to the parties interested in such information. അപ്പോൾ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് വ്യാപാര ഇടപാടുകൾ ബുക്കുകളിൽ രേഖപ്പെടുത്തി വയ്ക്കുകയും അവയെ അവയുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുകയും എന്ന് പറഞ്ഞാൽ ഒരേ സ്വഭാവമുള്ള ഇടപാടുകളെ നോക്കി വിഭജിക്കുക അല്ലെങ്കിൽ തരംതിരിക്കുക. ഇനി ചുരുക്കി എഴുതുകയും എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തക്ക വിധം 2-3 സ്റ്റേറ്റ്മെന്റുകളായി, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആയി ചുരുക്കി എഴുതുകയും എന്ന് പറഞ്ഞാൽ അതിലൂടെ സ്ഥാപനത്തിന്റെ ലാഭം അല്ലെങ്കിൽ നഷ്ടം, സ്ഥാപനത്തിന്റെ അസറ്റ്സ് അല്ലെങ്കിൽ ലയബിലിറ്റീസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുകയും ഇനി അത് ഒന്ന് വിശകലനം ചെയ്യുകയും എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിന്റെ ലാഭം എങ്ങനെ, നഷ്ടം എങ്ങനെ, അസറ്റ്സ് എങ്ങനെ, ലയബിലിറ്റീസ് എങ്ങനെ, അതൊന്ന് പഠിക്കുകയും തുടർന്ന് അതിനെ സംബന്ധിച്ച സ്ഥാപനത്തിന്റെ ലാഭനിലയെ സംബന്ധിച്ച സാമ്പത്തിക നിലയെ സംബന്ധിച്ച ഒരു നിഗമനത്തിൽ, ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുകയും ആ എത്തിച്ചേർന്ന കൺക്ലൂഷൻ, നിഗമനം, ആ എത്തിച്ചേർന്ന വിവരം അത് അറിയുന്നതിന് താല്പര്യമുള്ളവരെ, ആരൊക്കെയാണ് ഒരു സ്ഥാപനത്തിന്റെ വിവരങ്ങൾ അറിയുന്നതിന് താല്പര്യമുള്ളവർ? ആ സ്ഥാപനത്തിന്റെ ഓണേഴ്സ്, മാനേജ്മെന്റ് തുടങ്ങിയവരൊക്കെ, അവരെയൊക്കെ അറിയിക്കുകയും ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. Now let's see the steps in the process of accounting or the functions of accounting or the objectives of accounting.
എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിംഗ് പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങൾ, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ ലക്ഷ്യങ്ങൾ പഠിക്കാം. ദി ഫോളോയിങ് ആർ ദി സ്റ്റെപ്സ് ഇൻ ദി പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്, or the following are the functions of accounting, or the following are the objectives of accounting. They are: number 1, recording or maintenance of records. Recording of business transactions in the books or maintaining the books is the first step in the process of accounting, or the first point of function of accounting, or the first point of objective of accounting. And the transactions are firstly or originally recorded in a book called journal. അപ്പോൾ ട്രാൻസാക്ഷൻസ് ബുക്കുകളിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ബുക്കുകൾ എഴുതി സൂക്ഷിക്കുക. ഇതാണ് അക്കൗണ്ടിംഗ് പ്രക്രിയയിലെ ആദ്യത്തെ സ്റ്റെപ്പ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ ആദ്യത്തെ പ്രവർത്തനം അല്ലെങ്കിൽ ലക്ഷ്യം. ഇനി ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന ഇടപാടുകൾ ഏറ്റവും ആദ്യം രേഖപ്പെടുത്തുന്നത് ജേർണൽ എന്ന് വിളിക്കുന്ന ഒരു ബുക്കിലാണ്. ഓക്കെ. നമ്പർ 2, classifying the transactions recorded in the journal on the basis of their nature means that bringing together the transactions of similar nature into one page or one account. Okay, and that is what is the second step in the process of accounting, or the second function or objective of accounting. And classification is done in a book called ledger. അപ്പോൾ ജേർണലിൽ രേഖപ്പെടുത്തി വെച്ച ഇടപാടുകളെ അവയുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുക അല്ലെങ്കിൽ തരം തിരിക്കുക. എന്ന് പറഞ്ഞാൽ ഒരേ സ്വഭാവമുള്ള ഇടപാടുകളെ ഓരോരോ ഗ്രൂപ്പിൽ പെടുത്തുക. ഇതാണ് അക്കൗണ്ടിംഗ് പ്രോസസ്സിലെ രണ്ടാമത്തെ ഘട്ടം, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്. ഇനി ഇത് ചെയ്യുന്നത് ലെഡ്ജർ എന്ന ബുക്കിലാണ്. ഓക്കെ. നമ്പർ 3, summarizing or calculating the profit or loss, or depicting or showing the financial position. Okay. Summarizing or briefing the transactions recorded and classified into 2 or 3 statements called income statement and position statement, or profit and loss account and balance sheet, and thereby calculate the profit or loss of the business and show the financial position, that is the position of assets and liabilities of the business, is the third point of step in the process of accounting, or the third point of function or objective of accounting. അപ്പോൾ ജേർണലിൽ റെക്കോർഡ് ചെയ്യുകയും ലെഡ്ജറിൽ ക്ലാസിഫൈ ചെയ്യുകയും ചെയ്ത ഇടപാടുകളെ 2-3 സ്റ്റേറ്റ്മെന്റുകളായി ചുരുക്കി എഴുതുക എന്നുള്ളതാണ് അക്കൗണ്ടിംഗ് പ്രോസസ്സിലെ നെക്സ്റ്റ് സ്റ്റെപ്പ്. എന്ന് പറഞ്ഞാൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്, ഇങ്ങനെയുള്ള 2 സ്റ്റേറ്റ്മെന്റുകളായിട്ടാണ് ചുരുക്കി എഴുതുന്നത്. അങ്ങനെ സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കുകയും സ്ഥാപനത്തിന്റെ സാമ്പത്തിക നില, അസറ്റ്സ് ലയബിലിറ്റീസ് നില കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിന്റെ അടുത്ത പ്രവർത്തനം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് നമ്പർ 4, അനലൈസിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ്. That is analyzing and interpreting the statements prepared. That is analyzing and interpreting the statements such as income statement and position statement, that is profit and loss account and balance sheet prepared, and thereby to arrive at an interpretation or conclusion regarding the profitability and the financial position of the firm is the next step in the process of accounting, or the next point of function or objective of accounting. അപ്പോൾ സമ്മറൈസ് ചെയ്ത ട്രാൻസാക്ഷൻസിനെ എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്ത ഇൻകം സ്റ്റേറ്റ്മെന്റിനെയും പൊസിഷൻ സ്റ്റേറ്റ്മെന്റിനെയും, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയും ബാലൻസ് ഷീറ്റിനെയും ഒന്ന് എടുത്ത് വിശകലനം ചെയ്തിട്ട്, ഒന്നെടുത്ത് പഠിച്ചിട്ട് സ്ഥാപനത്തിന്റെ സാമ്പത്തിക നില എങ്ങനെയുണ്ട്, സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് പൊസിഷൻ എങ്ങനെയുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഒരു നിഗമനത്തിൽ, ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുകയും ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിംഗ് പ്രക്രിയയിലെ അടുത്ത സ്റ്റെപ്പ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ അടുത്ത ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്. Now the last step, that is step number 5 in the process of accounting, is communicating.
communicating the analyzed and interpreted information. That is, they arrived at conclusion or interpretation regarding the profitability and the financial position of the firm to the various interested parties such as owners, management, investors, bankers, government, public, etc. is the last point of step in the process of accounting or the last point of function or objective of accounting. അപ്പോൾ തയ്യാറാക്കിയ സ്റ്റേറ്റ്മെന്റുകൾ, തയ്യാറാക്കിയ ഇൻകം സ്റ്റേറ്റ്മെന്റും പൊസിഷൻ സ്റ്റേറ്റ്മെന്റും ഒക്കെ എന്ന് പറഞ്ഞാൽ തയ്യാറാക്കിയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ അനലൈസ് ചെയ്തിട്ട് എത്തിച്ചേർന്ന ഇന്റർപ്രിട്ടേഷൻ, എത്തിച്ചേർന്ന കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിന്റെ ലാഭക്ഷമത എങ്ങനെയുണ്ട്, സ്ഥാപനത്തിന്റെ സാമ്പത്തിക നില എങ്ങനെയുണ്ട് എന്നതിനെ സംബന്ധിച്ച് എത്തിച്ചേർന്ന ആ നിഗമനം അല്ലെങ്കിൽ ആ വിവരം, ആ കൺക്ലൂഷൻ അതറിയുന്നതിന് താല്പര്യമുള്ളവരായ സ്ഥാപനത്തിന്റെ ഓണേഴ്സ്, മാനേജ്മെന്റ്, പിന്നെ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്, സ്ഥാപനത്തിന് പണം കടം കൊടുത്തിട്ടുള്ള ബാങ്കേഴ്സ്, പിന്നെ ഗവൺമെന്റ്, പൊതുജനം, ഇങ്ങനെയൊക്കെയുള്ളവരെ അറിയിക്കുകയും കൂടെ ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ് പ്രോസസ്സിലെ ലാസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ ലാസ്റ്റ് പോയിന്റ് ഓഫ് ഫങ്ഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്. അടുത്ത ക്ലാസ്സുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.